ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. യു ജി സി നെറ്റ് എക്സാം 2025 ജൂൺ മാസത്തെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ കോളേജ് തലത്തിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള യു ജി സി നെറ്റ് എക്സാം 2025 ജൂൺ മാസത്തെ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പി ജി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പി ജി കംപ്ലീറ്റഡ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷ ഇപ്പോൾ നൽകുവാൻ സാധിക്കുന്നതാണ്. യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകളാണ് യു ജി സി നെറ്റ് എക്സാം കൊണ്ട് ലഭിക്കുന്നത്. കാരണം നിലവിൽ ഗവൺമെൻറ് എയ്ഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോളേജുകളിലും കോളേജ് ലെക്ചറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എക്സാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി ഗവൺമെൻറ് എയ്ഡ് തലത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ പി എസ് സി വഴി പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണെങ്കിൽ ധാരാളം സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കീഴിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളിൽ കീഴിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജിലും ഈ പറയുന്ന നെറ്റ് എക്സാം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ക്രൈറ്റീരിയയായി നിർബന്ധമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സെൽഫ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ പോലും അവിടെയും സാലറി നിർബന്ധമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിശ്ചിത സാലറി എന്നുള്ളൊരു ഒരു ധാരണയിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ജി സി നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരുപാട് സാധ്യതകളാണ് ഇനി ഇങ്ങോട്ട് വരുന്നത്. മാത്രമല്ല കോളേജ് ലെക്ചറായിട്ട് എവിടെയാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഇനി യു ജി സി നെറ്റ് എക്സാം കോളേജ് തലത്തിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് മാറിയിരിക്കുകയാണ്. കൂടാതെ പി എച്ച് ഡി അതേപോലെ തന്നെ JRF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇനി നേരത്തെ പി എച്ച് ഡിക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ യു ജി സി നെറ്റ് എക്സാം ആവശ്യമില്ലായിരുന്നു. ഡയറക്റ്റ് നോർമലായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എൻട്രൻസ് എക്സാം മാത്രമായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അതായത് കഴിഞ്ഞ അക്കാഡമിക് ഇയർ മുതൽ നിർബന്ധമായിട്ടും പി എച്ച് ഡി ക്വാളിഫൈഡ് ആവണമെങ്കിൽ അത് പി എച്ച് ഡി എൻട്രൻസ് അത് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന യു ജി സി നെറ്റ് എക്സാം നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്തിരിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യു ജി സി നെറ്റ് എക്സാമിൻ്റെ സാധ്യത വളരെ കൂടിയൊരു സാഹചര്യത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കൃത്യമായ രീതിയിൽ യു ജി സി നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനമായിട്ട് ജൂൺ മാസത്തെ അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂൺ മാസത്തെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടീസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടീസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. മെയ് 8 വരെ ഉദ്യോഗാർത്ഥികൾക്ക് യു ജി സി നെറ്റ് എക്സാം അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും? വിദ്യാർത്ഥികൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാത്രമാണ് യു ജി സി നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ ഇതുവരെയും അപേക്ഷ കൊടുക്കാത്തവർ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ അപേക്ഷ കൊടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, മെയ് 8 വരെയുണ്ട്. നേരത്തെ 16 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 2 ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി 8 വരെ അപേക്ഷ കൊടുക്കാനുള്ള ടൈമുണ്ട്. കറക്ഷൻ 9 മുതൽ 10 വരെ നടത്തുവാൻ സമയമുണ്ട്. ഇനി അതേപോലെ എക്സാമിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ജൂൺ 21 മുതൽ ജൂൺ 30 വരെയാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായിട്ടുള്ള ഈ ഒരു 2 മാസം അതായത് ഏകദേശം കഷ്ടിച്ച് 2 മാസം മാത്രമാണ് മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് കൃത്യമായിട്ടൊരു പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ജി സി നെറ്റ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇനി ഫീസിലോട്ട് വരികയാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 1150 രൂപയും, ഇനി ജനറൽ വിഭാഗം EWS കാറ്റഗറി അതേപോലെ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 600 രൂപ മാത്രമാണ് വരുന്നത്. ഇനി SC അതേപോലെ തന്നെ തേർഡ് ജെൻഡർ വിഭാഗത്തിനാണ് 325 രൂപയുമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ യു ജി സി നെറ്റ് എക്സാം താരതമ്യേന ആദ്യത്തെ ഒരു ഫീസിൽ നിന്ന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നോർമലായിട്ടുള്ള ഫീസ് സെക്ഷൻ മാത്രമാണ് യു ജി സി നെറ്റ് എക്സാമിന് ഇപ്പോഴും ഉള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം നിലവിൽ 3 കാറ്റഗറിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 3 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് JRFനും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള തസ്തികയാണ്. രണ്ടാമത്തത് അസിസ്റ്റന്റ് പ്രൊഫസറും അതേപോലെ തന്നെ അഡ്മിഷൻ ടു PhD ആണ്. ഇനി മൂന്നാമത് PhD മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നവരാണെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി അഡ്മിഷൻ ടു PhD ആണ് എടുക്കേണ്ടത്. അപ്പോൾ നോർമലായിട്ട് JRFും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ ജസ്റ്റ് കാറ്റഗറി 1 തന്നെ സെലക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ PhD ആ രീതിയിലാണെങ്കിൽ കാറ്റഗറി 2, 3 എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ശ്രദ്ധിക്കുക. ജസ്റ്റ് യു ജി സി നെറ്റ് 2025 എന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്നാമതായത് 3 സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് അപ്ലൈ ഓൺലൈൻ രജിസ്ട്രേഷൻ, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, അതിനുശേഷം എക്സാം ഫീസ് അടക്കുക.
ഓക്കെ, വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതിന് മുന്നോടിയായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള സംശയങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. കാരണം UGC നെറ്റ് നമ്മൾ നിലവിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. അതായത് PG ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അതായത് PG കംപ്ലീറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ സബ്ജക്റ്റിൽ UGC നെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ UGC നെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രൈവറ്റും ഗവൺമെൻറ്റും അതേപോലത്തെ എല്ലാ മേഖലയിലും നെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണെന്ന കാര്യം ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യാൻ ബട്ടൺ കാണിച്ചു. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾക്ക് പാസ്വേഡ് ലഭിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഹോം പേജിൽ വന്ന് ഇവിടെ നിങ്ങൾ ഈ ഒരു ലോഗിൻ പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സെക്യൂരിറ്റി പിന്നും അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ബോർഡിൻ്റെ ഇവിടെ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ വരുത്തുക. അപ്പോൾ ഫീസ് കാര്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേജിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത് നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ സിഗ്നേച്ചറും വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ, അതായത് 200 KB വരെയുള്ള സൈസിലുള്ള ഒരു ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ ജസ്റ്റ് 30 KB വരെയുള്ള സിഗ്നേച്ചർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നോർമൽ എല്ലാ അപേക്ഷയും കൊടുക്കുന്ന സെയിം രീതിയിൽ തന്നെയുള്ള ഒരു ജസ്റ്റ് ഡോക്യുമെൻറ്റ് ഫോട്ടോ സിഗ്നേച്ചർ സെറ്റാക്കി വെക്കുക. ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് നോർമലായിട്ട് കാര്യങ്ങൾ മാത്രമാണ് വരുന്നുള്ളൂ. പിന്നെ ഫീസാണ്. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ ഏതാണ് UPI ആണ് ഏത് മെത്തേഡാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്വേഡാണ്. പരമാവധി ഒരു പവർഫുൾ ആയിട്ടുള്ള പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ഇവിടെ അതായത് പാസ്വേഡ് 8 മുതൽ 13 വരെ ക്യാരക്ടറുള്ള ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനും ആമുഖമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് ശേഷം ബോക്സ് ടിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്കി കാര്യങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഏതാണോ ID കാർഡ് ആ ID കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്കിവിടെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. വളരെ എളുപ്പത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഒരു ഏത് ആധാർ കാർഡാണോ അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ ഡിജിറ്റൽ ലോക്കറാണോ ഏതാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു ID വെച്ച് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പ്രവേശിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യം വളരെ കൃത്യമായിട്ട് മിസ്റ്റേക്ക് വരുത്താൻ ചെയ്യാൻ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും കറക്ഷൻ ഡേറ്റ് ഉൾപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും UGC നെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് കൃത്യമായിട്ടൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നടത്തുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ UGC നെറ്റ് അല്ലെങ്കിൽ JRF അല്ലെങ്കിൽ PhD അഡ്മിഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സമാധാനം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.